നമസ്കാരം. എല്ലാവർക്കും ഷാവിഷിൻ്റെയും വിതിൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ചിലപ്പോൾ ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്, ഞാൻ വർഗീയമായാണോ ചിന്തിക്കുന്നതെന്ന്. കാരണം മുസ്ലിങ്ങൾക്ക് വേണ്ടി പല ആവശ്യത്തിലധികമായി സംസാരിക്കുന്നു. അതൊരു വർഗീയ ചായ്വാണോ എന്നൊരു തോന്നുന്നു. അപ്പോൾ സംശയം തീർക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഗുരുവിനോട് ചോദിച്ചു, എന്താണ് ഗുരു? അപ്പോൾ ഗുരു പറഞ്ഞ്, ന്യായമായ കാര്യമാണ് പറയുന്നതെങ്കിൽ അത് വർഗീയമാവില്ല, അന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നെങ്കിൽ അത് വർഗീയതാകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ഒരിക്കലും ആകാനും പാടില്ല. കാരണം നിങ്ങൾ സർവ്വസ്നേഹിയാണ്. അതപ്പോൾ എനിക്കൊരു സമാധാനമായി. എങ്കിലും നിങ്ങൾ ചിന്തിക്കും, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ വർഗീയ സ്വഭാവം ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അയക്കണം, ഞാൻ എൻ്റെ ചിന്താഗതി മാറ്റും. നമുക്ക് ആദ്യമായിട്ട് ലോസ് ആഞ്ചൽസിലെ അമേരിക്കയിലെ തീപിടുത്തത്തെക്കുറിച്ച് പറയാം. എവിടെ ദുരന്തം ഉണ്ടാകുമ്പോഴും, പ്രകൃതി ദുരന്തമായാലും മനുഷ്യ ദുരന്തമായാലും അത് നല്ലതല്ല, നമ്മൾ അപലപിക്കേണ്ടതാണ്. കാരണം അമേരിക്കയിലെ ഒരാൾ കഷ്ടപ്പെടുന്നു, ഇന്ത്യയിലെ ഒരാൾ കഷ്ടപ്പെടുന്നു, അത് കഷ്ടപ്പാട് തന്നെയാണ്. കാരണം മനുഷ്യ പോലും നമ്മൾ സാഹോദര്യത്തിൻ്റെ പര്യായമാണല്ലോ മനുഷ്യൻ. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ട്രംപ് പറഞ്ഞ് ഞാൻ അധികാരത്തിൽ കയറിയെന്നതിന് മുമ്പ് പ്രശ്നം തീർത്തില്ലെങ്കിൽ ദക്ഷിണേഷ്യ അല്ല, ദക്ഷിണപൂർവേഷ്യ, കുവൈത്ത്, സൗദിയൊക്കെ ഉൾപ്പെടുന്നത് തകർത്ത് കളയുന്നതൊക്കെയാണ് പുള്ളി പറഞ്ഞത്. എന്തായാലും അതൊന്നും അത്ര പ്രകൃതിക്ക് ഇഷ്ടപ്പെട്ടാണല്ലേ. നമ്മൾ പ്രകൃതിയെക്കുറിച്ച് പറയാം, ദൈവത്തെക്കുറിച്ച് പറയണം. കാരണം ദൈവനിഷേധികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്, സെമി നിരീശ്വരവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്, ഈശ്വരവാദികളുണ്ട്, പലതരക്കാരാണ്. അത് ഈ ബ്രഹ്മാണ്ഡ ഘടകത്തെ സൃഷ്ടിച്ച ഒരു ശക്തി, അത് നമുക്കൊരു പ്രകൃതി ശക്തി എന്ന് പറയാം. ഒരു കാര്യം, ലോകത്ത് ഇതേവരെ ഉണ്ടാകാത്ത ഒരു സംഭവമാണ് കാലിഫോർണിയയിൽ കാട്ടുതീയല്ല, തീക്കാറ്റ്. കാട്ടുതീയും തീക്കാറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. 10,000-കണക്കിന് ബിൽഡിങ്ങുകൾ, 1000-കണക്കിന് ഏക്കർ സ്ഥലം, ഇതെല്ലാം നിന്ന് കത്തുകയാണ്. വേണ്ട 6-7 ദിവസമായി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ പണ്ടും പറയാറുണ്ട്, നമ്മൾക്ക് എന്ത് തെറ്റും ചെയ്യാം, പക്ഷെ അതിന് ന്യായീകരണം വേണം. ഒരു ന്യായീകരണമില്ലാത്തൊരു തെറ്റ് അമേരിക്കയും ഇസ്രായേലും ചെയ്തത്. അതെന്നറിയോ? ഗസയായിട്ട് യുദ്ധം ഉണ്ടായതോ അല്ലെങ്കിൽ ലെബനിൽ യുദ്ധം ഒന്നല്ല. ഗസയിലെ കുഞ്ഞുമക്കൾ ചാവുമെന്ന് മനസ്സിലാക്കിയിട്ട് കരുതി കൂട്ടി 100 കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളെ ബോംബിട്ട് കൊന്നു. ഞാൻ പണ്ട് ഒരു വണ്ടി ഓടിച്ചു ഒരു പട്ടിക്കുഞ്ഞകത്ത് കയറി ചത്ത്, അല്ലെങ്കിൽ മൊയിലിൻ്റെ കുഞ്ഞ് ചത്ത്, അല്ലെങ്കിൽ മനുഷ്യൻ തന്നെ മരിച്ചു. അത് അപ്രതീക്ഷിതമാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നല്ല. ഇത് അറിഞ്ഞുകൊണ്ട് കൃത്യമായിട്ടും അവിടെ കുഞ്ഞുങ്ങളുണ്ടെന്നും അവർ കൊല്ലാൻ വേണ്ടിയാണെന്നും ചെയ്യുമ്പോൾ പ്രകൃതി അല്ലെങ്കിൽ ഈശ്വരൻ, ആ പ്രകൃതി നമ്മൾ മുസ്ലിങ്ങളൊക്കെ ഈശ്വരൻ എന്ന് പറയും, ഹിന്ദുക്കൾ ഈശ്വരൻ എന്ന് പറയും, ക്രിസ്ത്യാനി ഈശ്വരൻ എന്ന് പറയും, മറ്റുള്ളവർ നിരീശ്വരവാദികൾ യുക്തി പ്രകൃതി എന്ന് പറയും. എന്തോ ആകട്ടെ, ആ ഒരു അമാനുഷ്യ ശക്തി എന്ന് പറയും. ആ ശക്തിക്ക് നീതി നടപ്പാക്കണ്ടേ? അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ കുറ്റം പറയാൻ പറ്റും. ഒരു റിപ്പോർട്ട് വെച്ച് പറയുകയാണെങ്കിൽ $8 ബില്യൺ ഇസ്രായേലിന് വേണ്ടി അമേരിക്ക മുടക്കിയത്, ഇത് ഗസ തകർക്കാൻ വേണ്ടി. ഇന്നത് $8 മില്യൺ വരെ $800 മില്യൺ നഷ്ടമാണ് ഇപ്പോൾ അമേരിക്ക വന്നത്. ഇത് 1:100, 1:10 1:100 നഷ്ടം. എന്തുകൊണ്ട് ഇനിയെങ്കിലും ലോകരാജ്യങ്ങൾ, അത് ഇന്ത്യയിലും കൊള്ള, അമേരിക്കയിലും കൊള്ള, റഷ്യയിലും കൊള്ള, നിരവധി അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് ഞാൻ വിഷയം നിർത്താണ്. മറ്റൊന്നിപ്പോൾ PC ജോർജ് ഇങ്ങനെ മദ്യം മദ്യമാണെന്ന് ഈ സഭയൊക്കെ സമരം ചെയ്യുമ്പോഴല്ലോ മദ്യക്കാർ മതിയോ? അത് മദ്യത്തിൻ്റെ പരസ്യമാണ്. സഭയ്ക്ക് വേണ്ടി സർക്കാരിന് പണം കിട്ടും, ഒരുപക്ഷെ മദ്യഷാപ്പിൽ പണം കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് പരസ്യമാകും. അതുകൊണ്ട് ജോർജ് എന്നുള്ള വാക്ക് അധികം പറഞ്ഞാൽ ജോർജ് പരസ്യമാകും. എങ്കിലും ഒരു കാര്യം പറയേണ്ടി വരുന്നു. അതായത് അദ്ദേഹം ഒരു പുസ്തകം കാണിച്ചുകൊണ്ട് ഹുമയൂൺ കബീർ 10,000-കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും കൊന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളെല്ലാം ചരിത്രകാരന്മാർ ചോദിച്ചു, എടോ മുഹമ്മദ് ഗോറിയൊക്കെ വന്നതെടുത്ത് കേരളത്തിലേക്ക് വന്നിട്ടില്ല, കേരളത്തിൽ വെളിയിൽ ക്രിസ്ത്യാനികൾ വളരെ കുറച്ചിലുള്ളൂ,
1000 10,000 ഒക്കെ പറയാമല്ലോ, അതിൽ കോടികൾക്ക് എനിക്ക് കൊല്ലാൻ പറ്റും എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷേ ജോർജ് ചരിത്രം പഠിക്കണം. ജോർജിന് അറിയാമല്ലോ, അല്ലെങ്കിൽ ചരിത്രം പഠിക്കണം. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രി, ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി കൽക്കട്ടക്കാരൻ ഹുമയൂൺ കബീറുണ്ട്. ഈ ഹുമയൂൺ കബീർ, നിങ്ങളറിയുന്ന ഹുമയൂൺ കബീർ ചരിത്രാതീത കാലങ്ങളിൽ നൂറ്റാണ്ട് മുമ്പുള്ള രാജവരത്തിൽപ്പെട്ട ഹുമയൂൺ കബീറാണ്. അതിലല്ല, നിങ്ങൾ അറിയുന്ന ഒരാളാണ് ജോർജ് ഫെർണാണ്ടസ്. ജോർജ് ഫെർണാണ്ടസിന് ഭാര്യയുണ്ട് ലൈല ഫെർണാണ്ടസ്. ആ ലൈല ഫെർണാണ്ടസിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ വാപ്പയാണ് ഹുമയൂൺ കബീർ. പിന്നെ കൽക്കട്ടക്കാരൻ, നെഹ്റുവിൻ്റെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രി. അപ്പോൾ അവിടെ ഒരു ലഹളയുടെ ട്രാമിൽ പോകുന്ന വഴിയൊക്കെ തുണി പൊക്കി നോക്കിയിട്ട് ചിലവ് കഴിഞ്ഞാണ് ഈ കൊല്ലുന്ന രീതി. അപ്പോൾ ഇത് ആ സംഭവത്തെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നെഹ്റു എന്ത് ചെയ്യുന്നത്, ഈ ഹുമയൂൺ കബീറിനെ ചുമതലപ്പെടുത്തി. ഹുമയൂൺ കബീർ ദിവസങ്ങളുള്ളിൽ എല്ലാം അന്വേഷിച്ച് ഒരു സത്യസന്ധമായ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച അന്ന് പ്രധാനമന്ത്രി രാജിവെക്കണം. അതുകൊണ്ട് നെഹ്റു എന്ത് ചെയ്തറിയോ, ഹുമയൂൺ കബീറിൻ്റെ മന്ത്രിസ്ഥാനത്ത് മാറ്റി വേറെ ആൾ. അങ്ങനെയാണ് അന്ന് കോൺഗ്രസ് ചെയ്തത്. അതിങ്ങനെ കോൺഗ്രസ് പാരമ്പര്യമായിട്ട് പോരാണ്. അപ്പോൾ അതൊക്കെയാണ് ജോർജിയ സംഭവം. ജോർജ് വല്ലവരും എഴുതി കാണിച്ചത് അങ്ങനെ വായിക്കരുത്. ജോർജിൻ്റെ പുറകിൽ ശക്തമായ ഒരു ശക്തി ഉണ്ടെന്ന് ഞങ്ങൾ ഊഹിക്കല്ല, അത് സത്യമാണ്. എങ്കിലും നിങ്ങൾ ചരിത്രം പഠിച്ചിട്ട് വേണം ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ. വായു പോയ കോടാലി എവിടെയും വെട്ടാൻ പറയുമ്പോൾ ഉള്ള രീതി ശരിയല്ല. ജോർജിൻ്റെ മകനും അതിനേക്കാൾ അപ്പുറത്തെ വർഗീയവാദിയായിട്ട് വരുന്നത്. ഇന്ന് പിന്നെ ഞാൻ ഒരു ചാനൽ ചർച്ചയിൽ കണ്ട് പറയുന്നത് യുക്തിരഹിതമാണ് പറയുന്ന പല കാര്യങ്ങളും. ചെറുപ്പല്ലേ, നിങ്ങൾക്ക് രാജ്യത്തിൻ്റെ മുത്തല്ലേ, രാജ്യത്തിൻ്റെ മുത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ വർഗീയവെച്ചത് എന്ത് ലാഭം കിട്ടാനാണ്? നിങ്ങൾക്ക് കിട്ടുമോ? നിങ്ങൾ അസംബ്ലിക്ക് സീറ്റ് കിട്ടിയാൽ ജയിപ്പിച്ചെടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അതൊക്കെ ശ്രദ്ധിക്കണ്ടേ. ഇനി അൻവറിൻ്റെ കാര്യം പറഞ്ഞ് തുടങ്ങാം. അൻവർ ചെയ്തത് മുഴുവൻ മണ്ടത്തരാണ്, അതിൽ സംശയമില്ല. എന്തോട്ടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ രാജ്യം വെച്ചാൽ അതും പുള്ളിയുടെ അവകാശമാണ്. പക്ഷെ ആ പുള്ളി ഒരു കാര്യം പറയുന്നു, നിങ്ങൾ UDF കക്ഷി പോലും ആയിട്ടില്ല, UDF ക്ഷണിതാവായിട്ടില്ല. UDF ക്ഷണിതാവാണെങ്കിൽ നിങ്ങൾ കോൺഗ്രസ് കണ്ടാൽ പോരാ. UDF എത്രയോ കക്ഷികളുടെ അവരോട് സമ്മതിച്ചാലേ നിങ്ങൾക്ക് UDF ക്ഷണിതാകാൻ പറ്റുള്ളൂ. ആ ക്ഷണിതാവ് പോലും അല്ലാത്ത അൻവർ പറയാണ്, നിലമ്പോൾ ഞാൻ മത്സരിക്കില്ല, എൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ജോയിയെ വയ്ക്കുന്നു. എടോ അൻവറെ, നിങ്ങൾക്ക് ഇതിനൊക്കെ ആരാണ് അധികാരം തന്നത്? UDF സ്ഥാനാർത്ഥി ആരാണെന്ന് നിശ്ചയിക്കാൻ നിങ്ങൾ പറയാൻ എന്താ നിങ്ങൾക്ക് അവകാശം? തന്നെയല്ല, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അത് രഹസ്യമായിട്ട് UDF കമ്മിറ്റിയിൽ നിങ്ങൾ ക്ഷണിക്കുമോ, നിങ്ങൾ ക്ഷണിതാവ് ക്ഷണിക്കും. അപ്പോൾ നിങ്ങൾ പറയണം ഇന്ന ആളെ ഈ പ്രതീക്ഷിച്ചത്. ഇത് മറ്റെന്തോ മറക്കാനും തട്ടിപ്പെടുത്താനും വേണ്ടിയല്ല ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഈ അന്ധമായ തട്ടിപ്പോട് എന്താ മറ്ററിയോ, പാവം ഒരു സമുദായമുണ്ട് ഇവിടെ, മുസ്ലിം സമുദായം, അതിലാണ് തോൽവി പറ്റുന്നത്. ഞാൻ ഒക്കെ വിട്ട് പറഞ്ഞുതരാം, എന്നിട്ട് നിങ്ങൾ ചിന്തിച്ചു വർഗീയവാദിയാണോന്ന്. മട്ടാഞ്ചേരി മുസ്ലിം കാൻഡിഡേറ്റാണ് വർഷമാണ് നിന്ന് ജയിച്ചത്. അത് ഇബ്രാഹിം കുഞ്ഞിന് കളമശ്ശേരി സുരക്ഷിതമായൊരു സീറ്റ് കിട്ടിയപ്പോൾ മട്ടാഞ്ചേരി കുറിച്ച് പുള്ളി മിണ്ടിയില്ല, പേര് പോലും മാറ്റി, ഞാനിങ്ങില്ല. ഇപ്പോൾ ഷാഫി പറമ്പിലിന് വടകര സീറ്റ് കിട്ടിയപ്പോൾ പുള്ളി ജയിക്കുക ഉറപ്പായിപ്പോൾ വടകര, പിന്നെ പട്ടാമ്പിയിൽ നിന്ന് അല്ല പാലക്കാട് നിന്ന് 3 പ്രാവശ്യം ജയിച്ച ഷാഫി ഇത് അവർ അമുസ്ലിമിനെ കൊണ്ട് ജയിപ്പിച്ചെടുത്തു. ഇതെന്ന് എനിക്കൊരു അവസരം കിട്ടിയ പിന്നെ എൻ്റെ സമുദായം ഞാൻ മറക്കും. അതാണ് തെണ്ടിത്തരം കാണിക്കുന്ന മുസ്ലിം സമുദായത്തിലെ കോൺഗ്രസ് നേതാക്കളും ലീഗ് നേതാക്കളും ഉൾപ്പെടെ. എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് കാരണം നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എനിക്ക് സമുദായത്തെ കൂടി ചിന്തിക്കേണ്ടി വരുന്നു, സമുദായത്തെ കൂടി വേണ്ടി പ്രവർത്തിക്കേണ്ടി വരുന്നു. അതാണ് പറയുന്നത്. ശരിയല്ലേ ഇത്? വടകര സീറ്റ് എന്ത് അടിസ്ഥാനത്തിലാണ് ഷാഫിക്ക് കൊടുത്തത്? ഷാഫി എന്താണ് പാർലമെൻറ്റ് കൊടുത്തത്? 20 സീറ്റുള്ള കേരള പാർലമെൻറ്റിലേക്ക് നിയമാനുസൃതം മുസ്ലിം സമുദായത്തിന് 1/3 ഉണ്ട് എന്ന് ഇവിടെ ശത്രുക്കൾ പറയുന്നു. RSS പറയുന്നത് 40%. 3/1 കൂട്ടുമ്പോൾ 7 സീറ്റിന് അർഹതയില്ലേ? അത് 2 സീറ്റ് ലീഗുകാർക്ക് കൊടുത്തു പോട്ടെ, ബാക്കി 5 സീറ്റിന് അർഹതയുണ്ടോ? എന്നിട്ട് 1 സീറ്റാണ് കൊടുത്തത്. അത് എപ്പോൾ കൊടുത്തു? അവസാന ഘട്ടത്തിൽ. അതുവരെ ഉമ്മൻചാണ്ടി പറഞ്ഞറിയോ, കോഴിക്കോട് അല്ല വയനാട് ആർക്കാണ്? സിദ്ദീഖിന്. എത്രയോ നാൾ മുമ്പ് തീരുമാനിച്ചു ഇത് കൊടുക്കാമെന്ന്, ഇലക്ഷൻ സ്ഥാനാർത്ഥി നിർണ്ണയം വന്നപ്പോൾ. അത് അവസാനം കൊടുക്കുന്ന കാലത്ത് പിന്നെ രാഹുൽ ഗാന്ധിക്ക് ഉള്ള സീറ്റ്
അത് പറഞ്ഞപ്പോൾ പിന്നീട് നമ്മുടെ ഉമ്മൻചാണ്ടി മരിച്ചുപോയി, ഉമ്മൻചാണ്ടിയെ മറക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞോ അത് 5-6 മാസം മുമ്പ് തീരുമാനിച്ചാണ് വയനാട് രാഹുലിനെ മത്സരിപ്പിക്കാൻ. ഏടോ ഉമ്മൻചാണ്ടി ആൾക്കാരെ 5-6 മാസം മുമ്പ് തീരുമാനിച്ച ഇലക്ഷൻ 1 മാസം മുമ്പുള്ള 2 ആഴ്ച മുമ്പുള്ള എന്തിന് സിദ്ദീഖിനെ സീറ്റ് വെച്ചു? സിദ്ദീഖ് നിങ്ങൾക്ക് പറ്റിക്കാം, ഇബ്രാഹിമിനെ പറ്റിക്കാം, അസനെ പറ്റിക്കാൻ പറ്റാത്തൊരു വിഭാഗമുണ്ട് കേരളത്തിൽ, ഇന്ത്യയിലും. അത് മുസ്ലിം സമുദായമാണ്. 20% മുസ്ലിം സമുദായമാണ്, 3-1 വരുന്ന മുസ്ലിം സമുദായമാണ്. ആ സമുദായത്തെ പറ്റി നിങ്ങൾക്ക് സാധിക്കില്ല. അതായത് ഒരാൾ എല്ലാ കാലത്തെയും പറ്റിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യാമെങ്കിലും എല്ലാവരും എല്ലാ കാലത്തെയും പറ്റിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യാമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കണമെങ്കിൽ അത് മൂഢസ്വർഗത്തിലാണ്, തെറ്റാണത്. മറ്റൊരു കണക്കുത്തിരിക്കാം. ഇപ്പോൾ ജനസംഖ്യാനുപാതികം നോക്കുമ്പോൾ കേരളത്തിൽ 3-1 ജനസംഖ്യ മുസ്ലിം എന്ന് പറയുന്നു. 3-1 അത് 50 സീറ്റ് വരും അസംബ്ലിയിലേക്ക്. 50 സീറ്റ് നിങ്ങൾ എവിടെ നിന്ന് ജയിപ്പിച്ചെടുക്കും? ഇപ്പം നിങ്ങൾ പറഞ്ഞോ വയനാടല്ല പിന്നെ നിലമ്പൂർ മുസ്ലിം സുരക്ഷിതയുള്ള ഒരു സീറ്റാണ്. അത് നിങ്ങളിപ്പോൾ ജോയിക്ക് കൊടുക്കാൻ പോണത്. അത് ജോയിക്ക് കൊടുക്കുന്നത് അൻവർ വെറുതെ പറഞ്ഞാൽ അൻവരെ കൊണ്ട് കോൺഗ്രസിലെ ഒരു പറ്റം നേതാക്കൾ പറയിപ്പിച്ചാണ്. കോൺഗ്രസ് നേതാക്കൾ നിങ്ങൾ ആരെയാണ് മണ്ടനാക്കുന്നത്? പാവം മുസ്ലിം സമുദായങ്ങൾക്ക് മണ്ടനാക്കാം, മുസ്ലിം ലീഗിലെ നേതാക്കളെ മണ്ടനാക്കാം, കോൺഗ്രസ് മുസ്ലിം നല്ല നേതാക്കൾ അവർക്ക് മണ്ടന്മാർ മാത്രം അടിമകളാണ്. പക്ഷെ അടിമകളല്ലാത്ത ഒരു വർഗമുണ്ട് കേരളത്തിൽ, അത് മുസ്ലിം സമുദായമാണ്. സമുദായത്തെ പറ്റിയാൽ നോക്കണ്ട. അങ്ങനെ എന്താണ് നിലമ്പൂർ കൊടുത്ത്. ഇനി തിരുവമ്പാടി പണ്ട് മുതലും ഒരു ക്രിസ്ത്യൻ സ്ഥാനത്ത് വേണമെന്നൊക്കെ പറഞ്ഞ് UDF നിൽക്കുന്നുണ്ട്. CP ജോൺ അവിടെ നിന്ന് ജയിപ്പിക്കുന്നതൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ അദ്ദേഹത്തെ ജയിപ്പിക്കാൻ സാധ്യതയുണ്ട്. അത് പോട്ടെ, അവിടെ ഇപ്പോൾ അൻവർ അവിടെ മത്സരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അൻവർ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ക്രിസ്ത്യൻ സമുദായത്തെ നമ്മൾ ഒരിക്കലും പറയില്ല, പക്ഷെ സഭയെ പറ്റിക്കുന്ന കുറിച്ച് പറഞ്ഞുതരാം. കാഞ്ഞൂർ, എൻ്റെ വൈഫ് ഹോസ്റ്റൽ സ്ഥലം കാഞ്ഞൂർ, അവിടെ ഒരു സ്ഥാനാർത്ഥി നിർത്താൻ വേണ്ടി ക്രിസ്ത്യൻ സമുദായത്തിൽ ഇത് ചോദിച്ചു. അപ്പോൾ സഭയെ അല്ലെങ്കിൽ പള്ളിയിലെ ആൾക്കാർക്ക് ഞങ്ങൾ മത്സരിക്കുള്ളത്. അങ്ങനെ 2 മുസ്ലിം കാൻഡിഡേറ്റ് വന്നവിടെ പരസ്പരം LDF UDF ആ ഇലക്ഷൻ്റെ സ്ഥാനാർത്ഥി തലേ ദിവസം കൊണ്ടൊരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി നിർത്തി. അവർ ജയിച്ചു പോയി. അവിടെ മറ്റു 2 പേരും വോട്ട് പിന്നിച്ചു പോയി. ഇതാണ് സഭ കാണിക്കുന്ന യുക്തിയും ബുദ്ധിയും. അവരെ ഞാൻ കുറ്റപ്പെടുത്തല്ല. അങ്ങനെ ഉള്ളപ്പോൾ അൻവറെ ഒരു കാര്യം മനസ്സിലാക്ക്, അൻവറെ ബുദ്ധിയോട്ടി മനസ്സിലാക്കുവാനെ. നിന്നെ തിരുവമ്പാടി നിർത്തിയിട്ട് അവിടെ ഒരു സ്ഥാനാർത്ഥി വരും, വേറെ സ്ഥാനാർത്ഥി വരും, പരസ്പരം മത്സരിക്കും. 3ാമത് സ്ഥാനാർത്ഥി കൊടുത്ത് BJPയുടെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി നിർത്തി ജയിപ്പിച്ചെടുത്താൽ തൃശ്ശൂർ ചെയ്തുപോലെ ചെയ്യും. നീ വെറുതെ മണ്ടത്തരം കാണിക്കരുത്. നീ എന്തെന്നെ എനിക്ക് വിളിക്കാൻ പറ്റില്ല, കാരണം എന്നേക്കാൾ വളരെ ചെറുപ്പമാണ്, എന്നെ അനുജനായിട്ടാണല്ലോ. മണ്ടത്ര കാണിക്കുന്നത്. നിങ്ങൾ LDF വിട്ടു പോകുന്ന ഉടനെ നിങ്ങൾ UDFലാണ് ചേർക്കേണ്ടത്. കാരണം ഉമ്മയുടെ കാര്യം പോട്ടെ, നമ്മുടെ രമ അങ്ങനെ സംഭവം ഉണ്ടായി. അവർ നേരെ വന്ന് UDFിലേക്കാണ്. നമ്മുടെ EMPയുടെ രാഘവൻ സാർ ഒന്ന് ഉടനെ UDFിലൊക്കെ വന്നത്. അപ്പോൾ നിങ്ങൾ LDF വിട്ട് പറയുമ്പോൾ നിങ്ങൾ ഉടനെ UDFിലാണ് ചേരേണ്ടിയിരുന്നത്. അത് നിങ്ങൾ ചെയ്തില്ല. പല അഭ്യാസം ചെയ്ത് മുഴുവൻ മണ്ടത്തരാണ്. തന്നെയുമല്ല, മുന്നണിയിൽ ഉൾപ്പെടുത്തി UDFിൻ്റെ യോഗം ചെയ്ത് തീരുമാനിക്കണം. അല്ല, ഒരു കോൺഗ്രസ് ചേർക്കാൻ പറ്റില്ല, ലീഗിന് ചേർക്കാൻ പറ്റില്ല. കാര്യം ഒരു പ്രമുഖമായ പാർട്ടികളാണ്. TMC എന്ന് പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ്, അത് കൽക്കട്ടയിൽ കിടക്കുന്നു. മമതാ ബാനർജി പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഒരു ഘടകം കേരളത്തിൽ രൂപീകരിച്ച് അത് UDFിൽ ചേർന്ന് വേണമെങ്കിൽ എത്ര പ്രോസസ്സ് ചെയ്യണം, എത്ര വർക്കണം. ഇതൊന്നുമില്ല. നിങ്ങൾ UDFിൽ താക്കീത് കൊടുക്കാൻ നിങ്ങൾ ആരാണ്? ഞാൻ UDFിനെ കുറ്റം പറയും, അത് വേറെ കാര്യം. ഞാൻ കോൺഗ്രസ് കുറ്റം പറയും, അത് വേറെ കാര്യം. ലീഗിനെയും കുറ്റം പറയും, അത് നന്നാകാൻ വേണ്ടിയാ, അല്ല അത് നശിക്കാൻ വേണ്ടിയില്ല. നശിച്ചു പോകുന്ന ഘട്ടം കാണോ സങ്കടം കൊണ്ട് പറയുന്നതാണ് ഉപദേശം. അത് നന്നാകാൻ വേണ്ടിയാ. ഞാൻ പറഞ്ഞല്ലോ, പഠിക്കുന്ന കുട്ടി അധ്യാപകൻ തല്ലും, അതിനർത്ഥം അധ്യാപകനെ കുട്ടിയോട് സ്നേഹമില്ലെന്നല്ല. സ്നേഹം കൂടിയിട്ട് അതുപോലെ കോൺഗ്രസ് നശിക്കാൻ പാടില്ല, ലീഗ് നശിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കൂടുതൽ നന്നാകാൻ വേണ്ടി ആ മുസ്ലിം എന്ന പേര് മാറ്റം വരുന്നത്. ഇതുവരും ലീഗുകാർക്ക് മനസ്സിലാക്കിയിട്ടില്ല എന്താണ് എൻ്റെ അപകടവശം. മനസ്സിലാകുന്നുണ്ടോ? ബുദ്ധിയുള്ള ആരും പുറത്ത് നിൽക്കുന്ന ആരും ഉപദേശിക്കില്ല. ഇന്ന് സുധാകരൻ പിന്നെന്താണ് PC തോമസ് പറഞ്ഞത്, PC ലീഗ് അങ്ങനെയാണെങ്കിൽ ഓക്കെ, അവർക്ക് പുകഴ്ത്തി പറയാം. പിന്നെ സതീഷിനും പറഞ്ഞു ലീഗ് കുഴപ്പമില്ല. അതിൻ്റെ സതീഷ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥയും ഈ മുസ്ലിം സമുദായത്തിന് സ്നേഹം ഉണ്ടെങ്കിൽ
നിങ്ങൾ ആ മുസ്ലിങ്ങളോട് പറയണമെന്നറിയോ, സാർ സേഠ്ജി അല്ലെങ്കിൽ തങ്ങൾജി, നിങ്ങൾ എത്രയും പെട്ടെന്ന് രഹസ്യമായിട്ട് പരസ്യമല്ല ആ മുസ്ലിം എന്ന വാക്ക് മാറ്റി ദേശീയ ധാരം നിൽക്ക്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഇടപെടുക്കാനും നിങ്ങളെ പ്രേമിക്കാനും പറ്റും. ഇത് പ്രേമിക്കാൻ പറ്റുമോ? ജാതി പാർട്ടിയല്ലേ, വർഗീയ പാർട്ടിയല്ല, സമ്മതിച്ചു, ജാതി പാർട്ടിയല്ലേ. വൈ നോട്ട്? എന്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് PC തോമസ് പറഞ്ഞു, എന്തുകൊണ്ട് CP ജോണിന് പറഞ്ഞുകൂടാ? അപ്പോൾ നിങ്ങൾക്കൊക്കെ ലീഗിനെ കൈമണിയടിച്ച് മുസ്ലിങ്ങൾ വോട്ടോടുകൂടി അസംബ്ലിയിൽ വരണം. അതാണ് നിങ്ങളുടെ ഉദ്ദേശം. ആ ഉദ്ദേശം തെറ്റിയാൻ പറയുന്നില്ല, പക്ഷെ അപ്പോഴും അടിസ്ഥാനപരമായിട്ട് തെറ്റിട്ടുണ്ട്. ആ തെറ്റെന്താണ്? മുസ്ലിം സമുദായത്തോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ഈ മണ്ടന്മാരായ ബുദ്ധിശൂരിയായ ലീഗ് നേതാക്കളോട് പറയുന്നത് രഹസ്യമായിട്ട് നിങ്ങൾ ആ മുസ്ലിം എന്ന പേര് മാറ്റ്. നിങ്ങൾ ദേശീയധാരയിൽ ഒടക്കത്തെ അവസാനമായിട്ട് ദേശീയധാരയിൽ നിൽക്ക്. ഇതുകൊണ്ട് BJP സംഘപരിവാരോട് വളർന്ന് പന്തലിച്ച് പോവാണ്. പറയുന്നുണ്ടോ? പറയുന്നില്ല. അവർക്ക് ബിക്കോസ് ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ് സാർ. മൊയ്തീൻ ഷാ മണ്ടനാണ്, പക്ഷെ മൊയ്തീൻ ഷാ നയിക്കുന്ന ഗ്രൂപ്പുണ്ടല്ലോ അത് അതിബുദ്ധിമാന്മാരാ. എന്നെ കൊന്നാലും ആ ഗ്രൂപ്പ് അറിയില്ല, ആരാന്നോലും ഗ്രൂപ്പ് ആരാന്നോലും പലർക്കും അറിയില്ല. അവരെ കൊല്ലാനും പറ്റില്ല. എന്നെ വേണ്ടി കൊല്ലാൻ പറ്റും, ഓക്കെ, ഒരു നിസ്സാരക്കാരല്ലേ. അതുകൊണ്ട് ആ ഗ്രൂപ്പ് മാറില്ല. ഗ്രൂപ്പിൽ ആരൊന്നും അറിയാനോ ഇപ്പം ഞങ്ങൾ പുറത്ത് വിടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യണത്? സ്നേഹം ഉണ്ടെങ്കിൽ പറയേണ്ടത് നിങ്ങളെ മുസ്ലിം എന്ന പേര് മാറ്റി ഒരു ദേശീയധാര, അതിന് ഞങ്ങൾ പേരും പറഞ്ഞ് ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ്. അപ്പോൾ IUML അക്ഷരം പോലും മാറുന്നില്ല. കോടി മാറണ്ട, AD ഗീണിയെ ഒന്നും ആയിക്കോട്ടെ, പക്ഷെ ആ മുസ്ലിം എന്ന വാക്കെടുത്ത് മാറ്റണം. ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ 20% വരുന്നാലും 30 കോടി വരുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഈ മുസ്ലിം എന്ന പക നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഉപയോഗിക്കുന്നുണ്ടല്ലോ, ആവശ്യമില്ലാതെ ഈ സമുദായം തെറികൾക്കാണെന്ന്. കാരണം നിങ്ങൾ പറയുമ്പോൾ മുസ്ലിമായി പോകും. ആദ്യം പേര് രാഷ്ട്രീയം പേരെ സാംസ്കാരിക സംഘടന വരെ അത് സമസ്തയുണ്ടല്ലോ, നിങ്ങളത് കൊണ്ടുവിടുന്നോ, അതും കുഴപ്പമില്ല. അതിൽ മുസ്ലിമെന്നോ മുസ്ലിം എന്തു വയ്ക്കോ, രാഷ്ട്രീയ പാർട്ടി എന്നതിൽ നിങ്ങളുടെ അവസാനത്തെ വാക്ക് പറയാണ് നിങ്ങളത് ഏറ്റവും ഉപയോഗിക്കുക. 100 വർഷമായിട്ടും എവിടെ എത്തി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്? ഈ കുറ്റം മുഴുവൻ കേൾക്കുന്ന നിങ്ങളല്ലേ. PC ജോർജ് പോലും നിങ്ങളെ പിന്നെ നമ്മുടെ പിണറായി സഖാവ് പോലും ഈ തങ്ങളെ കുറ്റം വന്ന് നിങ്ങൾ ആ മുസ്ലിം എന്ന പദം ഉപയോഗിച്ചിട്ടില്ലേ? നിങ്ങളെ മുസ്ലിം എന്ന ജാതി പേര് മാറ്റി വേറെ പാർട്ടി നിങ്ങളെ മുഖത്ത് നോക്കുമോ? നിങ്ങൾ ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗാണെങ്കിൽ 3 ജനസംഖ്യ ന്യൂനപക്ഷങ്ങളാണ്. അതിൽ നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കാമല്ലോ, ആരും ഒന്നും പറയില്ല. പിന്നെ നിങ്ങൾ വർഗീയവാദിയെന്നോ ജാതി പാർട്ടിയെന്നോ പറയില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. ആ മലപ്പുറവും മഞ്ചേരിയും 2 പൊന്നാനിയും മഞ്ചേരിയും കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ മലപ്പുറം കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും മാറ്റില്ല. അതിനാണ് ഇരട്ടതാപ്പിൽ വഞ്ചന എന്ന് പറയുന്നത്, സമുദായത്തെ വഞ്ചന. അത് മനസ്സിലാക്കില്ല. പിന്നെ കളമശ്ശേരി കളഞ്ഞ്, അത് ഇബ്രാഹിം കുഞ്ഞ് കളഞ്ഞാൽ പറഞ്ഞത്. ഇബ്രാഹിം കുഞ്ഞ് നെറുകേട് കൊണ്ടേ കളഞ്ഞു പറഞ്ഞത്. ആ മകന് വേണ്ടി വാദിച്ച് ആ സീറ്റ് CPM കൊടുത്തില്ലേ? സമുദായ സ്നേഹം കൊണ്ട് അത് ചെയ്യുമോ? ജയിക്കുന്ന ആൾ നിർത്തൂലെന്നോ? അപ്പോൾ എനിക്ക് ശേഷം എൻ്റെ മകൻ, ഇനി ആ മകൻ്റെ ശേഷം മകന്, അത് കോൺഗ്രസ് പാരമ്പര്യമാണ്, ലീഗിൻ്റെ പാരമ്പര്യമില്ലേ? അതാണ് ഏറ്റവും വലിയ തെറ്റ്. ഈ തങ്ങൾ സമുദായം, ഞാൻ പരസ്യമായിട്ട് പറയും, തങ്ങൾ സമുദായം മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ എന്ന് മാറുന്നു അന്ന് മാത്രമേ ഇനി ദേശീയ ലെവലിൽ ഒരു മുസ്ലിം ലീഗ് വളരുള്ളൂ. മുസ്ലിം ലീഗല്ല, ആ മുസ്ലിംമാരുമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി വളരുള്ളൂ. ഈ തങ്ങളെ നേതൃത്വത്തോട് നിങ്ങൾ എന്ത് പേര് മാറ്റിയാലും രക്ഷ കുറവാണ്. അതൊക്കെ പാരമ്പര്യമായിട്ട് സവർണ ചിന്താഗതിയാണ് തങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ നിങ്ങൾ ബ്രാഹ്മണ കുറ്റം പറഞ്ഞു, ആ ബ്രാഹ്മണൻ്റെ അതേ ചിന്താഗതി തങ്ങൾ ആ സവർണ വിഭാഗവരൊക്കെ. അല്ലോ കുഞ്ഞാലി കൂടെ ഓക്കെ പിന്നോക്കനാണ് കുഴപ്പമില്ല, ന്യൂനപക്ഷക്കാരാണ്. തങ്ങൾ അവർക്ക് അതാണ്. തങ്ങളെ കുറ്റപ്പെടില്ല, മതപരമായ രീതിയിലാണ് ഞങ്ങൾ ഒരിക്കലും കുറ്റം പറയില്ല. തങ്ങൾ രാഷ്ട്രീയത്തിൽ വരുമാണ് ഈ പറയുന്നത്. നിങ്ങളറിയുന്നു, ദൈവം പോലും രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ വന്നാൽ ആൾക്കാർ കുറ്റം പറയും. അതാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ, പ്രതിപക്ഷം എന്ന് പറഞ്ഞത്. തങ്ങൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തും മാറണം, തങ്ങൾക്ക് ആ കുടുംബം മാറണം, മറ്റെന്ത് ചെയ്യണം? പേരും മാറ്റും. ഇത് രണ്ടുമാരെ ഇന്ത്യയിൽ 2ാമത്തെ 3ാമത്തെ പാർട്ടികളുടെ എല്ലാ സാധ്യതയും ഇന്ന് ഇന്ത്യയിലുണ്ട്. പക്ഷെ അത് നിങ്ങൾ സമ്മതിക്കില്ല. അതിന് എക്സ്ട്രാ ഓർഡിനറി ബുദ്ധി വേണം. അത് നിങ്ങൾക്ക് ഇല്ല. മറ്റേ സാധാരണ ബുദ്ധിയോടെ നിങ്ങൾ ഉപദേശിക്കില്ല. അങ്ങനെ നിന്ന് നശിച്ചു പോയിക്കോട്ടെ. കാരണം ഞങ്ങളുടെ നാട്ടിൽ കൂടെ ബസ് ഓടുന്നുണ്ട്. ബസ് ഓടിയപ്പോഴേ ഒരു കൊച്ചു വന്ന് തുണിക്ക് കാണിച്ചു. വണ്ടി നിർത്തിയിട്ട് കണ്ടക്ടർ ഇറങ്ങി 10 പൈസ എടുത്തു കൊടുത്തു. എന്താ വെച്ചാൽ 10 പൈസ അന്ന് വിലയുണ്ട്. അന്ന് ആകെ മിനിമം ചാർജ് 10 പൈസയാണ്. ഇന്നല്ലേ 10 രൂപ. അപ്പോൾ 1:100 1000 വരുന്നില്ലേ? അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്താ, അടുത്ത ബസ് പോയി കുതി നോക്കി അവനിറങ്ങി. കണ്ടക്ടർ മുരടനായിരുന്നു. അവൻ 2 പോടങ്ങൾ പോയിട്ട് നല്ല അടികൾ ഓടിച്ചിട്ട്
അപ്പോൾ 10 പൈസ കൊടുത്ത കണ്ടക്ടർ എന്നറിയോ, അവൻ ബുദ്ധിയെ കാണിച്ച് അവൻ മറ്റാൾ കൊടുക്കട്ടെ. അപ്പോൾ നിങ്ങൾ നന്നാക്കാതിരിക്കാൻ വേണ്ടി, ഒരിക്കൽ നന്നാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഗ്രസ് നേതൃത്വവും ഈ മറ്റ് എല്ലാ നേതൃത്വവും നിങ്ങൾ ആ ലീഗ് എന്ന് പറഞ്ഞത്, മുസ്ലിം ലീഗ് തന്നെ പറഞ്ഞത്. ദൈവമാണ്, നല്ല പാർട്ടിയാണ്. എന്നിട്ട് എന്തുണ്ടായിടോ, ഈ BC തോമസ് പുകഴ്ത്തി പറഞ്ഞു, CP ജോൺ പുകഴ്ത്തി പറഞ്ഞു, മറ്റെല്ലാവരും പുകഴ്ത്തി പറഞ്ഞു, സദാശിവനും ഒക്കെ പുകഴ്ത്തി പറഞ്ഞു. എവിടെ എത്തി 100 വർഷമായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്? നിങ്ങൾക്ക് കോമൺ സെൻസ്, സാമാന്യ ബുദ്ധി എന്നുണ്ടോ? ഈ മണ്ടനായ മൊയ്തീൻ ഷാ ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ശാപമാണത്. കാരണം നിങ്ങൾ കാണിച്ച സമുദായത്തെ സ്നേഹമില്ല. അറബിക് സർവകലാശാലയ്ക്ക് വേണ്ടി നിങ്ങൾ എതിര് നിന്നപ്പോഴത്തെ ഫലമായിട്ട് ഇന്ന് UDF അധികാരത്തിൽ വരാത്തത്. ഇപ്പോൾ അത് വീണ്ടും വേറെ അപകടം പറ്റാണ്. ഉള്ള സീറ്റെല്ലാം പറക്കി തല്ലുപൊളിയാകാൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടി പെണ്ണ് ഒഴിവാക്കാൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടി പ്രൊമോഷൻ സമുദായത്തിൽ കിട്ടിയ പല പ്രൊമോഷനുകളും ക്രിസ്ത്യൻ സമുദായത്തിൽ കൊടുത്ത് അവിടെ സപ്പോർട്ട് കിട്ടി കേസ് ഒഴിവാക്കാൻ വേണ്ടി. ഇപ്പോൾ പിണറായി ചെയ്യും പോലെ സമുദായത്തെ വിറ്റ്. ഇപ്പോൾ മുസ്ലിം ലീഗ് സമുദായത്തെ വിറ്റാണ് നിൽക്കുന്നത്. ഈ സമുദായത്തെ വിൽക്കാൻ ഇനി സമ്മതിക്കില്ല. കോൺഗ്രസ് നേതാക്കളോട് പറയാണ്, ഇനി സമുദായത്തെ വിറ്റ് കോൺഗ്രസ് ഇവിടെ ആളാകാമെന്നോ അല്ലെങ്കിൽ ലീഗ് ആളാകുമെന്ന് വിചാരിക്കേണ്ട. സമുദായം ഉണർന്നെഴുന്നേറ്റു. അവർ ശക്തരാണ്, അവർ സംഘടിതരാണ്. നിങ്ങൾ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി, മുജാഹിദ് അലി എന്ന് വർഗീയൊന്നുമല്ല, അല്ലാത്ത സംഘടിത രൂപമുണ്ട് മുസ്ലിം സമുദായത്തിൽ. അവർ ദേശീയവാദികളാണ്, മതേതരവാദികളാണ്, സോഷ്യലിസ്റ്റ്വാദികളാണ്, ജനാധിപത്യവാദികളാണ്, സർവ്വൊരു മനുഷ്യസ്നേഹികളാണ്. ഒരിക്കലും രാജ്യത്തെ എതിർക്കുന്നവരല്ല, രാജ്യത്തോട് ജീവൻ കലം തയ്യാറായവരാണ്. പക്ഷെ അവർക്ക് ജനസംഖ്യാനുപാതികമായി കിട്ടേണ്ട അവകാശങ്ങൾ നേടിയെടുത്തേ തീരൂ. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം വേണ്ടത് പണ്ട് കാൻശ്യാം പറഞ്ഞു. ആ കാൻശ്യാമിൻ്റെ ശിഷ്യന് ഞാൻ കുഞ്ഞാലിക്കുട്ടിയുടെ ശിഷ്യനല്ല, തങ്ങളുടെ ശിഷ്യനല്ല, നെഹ്റുവിൻ്റെ ശിഷ്യനല്ല, കാൻശ്യാമിൻ്റെ ശിഷ്യനാണ്. കാൻശ്യാം സയൻറ്റിസ്റ്റായിരുന്നു, ശാസ്ത്രജ്ഞനായിരുന്നു, ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. അദ്ദേഹം ഒരു കുഴപ്പക്കാരല്ല. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം വേണ്ടതാണ്. അങ്ങനെ കേട്ട് വളർന്നാണ് മൊയ്തീൻ ഷാ 10-20 വർഷം വടക്കേ ഇന്ത്യയിൽ. ആ മൊയ്തീൻ ഷാ പറയാണ്, ഞങ്ങളുടെ ഗ്രൂപ്പ് പറയാണ്, ന്യായമായിട്ട് എല്ലാവർക്കും ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് നിങ്ങൾ പറക്കി സവർണ വിഭാഗത്തിൽപ്പെട്ടവർക്കെല്ലാം കോൺഗ്രസിൽ ക്ഷണിച്ചിട്ട് നിങ്ങൾ ഓരോ സീറ്റ് പങ്കിട്ട് കൊടുത്താൽ ബാക്കി 50 സീറ്റിൽ ലീഗിൻ്റെ 20 ബാക്കി 30 സീറ്റുകൾ എവിടെ കൊടുത്താൽ മതി. ജയിച്ചെടുക്കണ്ടേ? ജയിച്ചിട്ടില്ലെങ്കിൽ 72-71 സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഭരിക്കാൻ പറ്റില്ല. ഇത്തവണ എങ്ങനെ വന്നാലും ഈ സമുദായത്തെ തോൽപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടി ഒരു ഒന്നിലത് വിങ് പുറത്ത് നിൽക്കുകയാണ് ശക്തരായിട്ട്. ആ വിങ് ശക്തമായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഈ 50 സീറ്റിൽ 20 സീറ്റ് 30 സീറ്റ് ഇവിടുന്ന് ജയിപ്പിച്ചെടുക്കും. അത് ലീഗിന് 20 സീറ്റ് മാത്രം കൊടുക്കാൻ പരിപാടിയുള്ളൂ. അല്ലെങ്കിൽ പാർലമെൻറ്റിൽ കൊടുത്ത പോലെ 1-2 സീറ്റ്, ആലുവിൽ സീറ്റ്, മറ്റൊരു സീറ്റ് കൊടുത്ത് തീർക്കാനാണോ? നടക്കൂല സതീഷ. സതീഷ എൻ്റെ മുമ്പിൽ പിന്നെ ചെറുപ്പമാണ്, യുവാവാണ്. സതീഷേക്കാൾ എത്രയോ സീനിയറാണ് ഞാൻ മൊയ്തീൻ ഷാ. ആ മൊയ്തീൻ ഷാ പറയുന്നത് സതീഷ കുട്ടി അത് നടക്കില്ലത്. നിങ്ങൾ ഉള്ളിൽ ഇപ്പം മറ്റ് സ്വഭാവ രീതിയൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾ മുഖ്യമന്ത്രി ശ്രമിച്ചു, അതൊന്നും പോരാതില്ല. പക്ഷേ ജനസംഖ്യയ്ക്ക് അടിസ്ഥാനമുള്ള 30%, 50 സീറ്റ് കൊടുത്തില്ലെങ്കിൽ അത് അപകടം ചെയ്യും. അതിനെ പരിഹരിക്കാൻ നികത്താൻ കുഞ്ഞാലിക്കുട്ടിക്കോ തങ്ങൾക്കോ സാധിക്കില്ല. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്തത്. അതുകൊണ്ട് നമ്മൾ നിർത്തി വരുന്നത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായുള്ള സീറ്റ് വിതരണം വേണം. എല്ലാ സമുദായത്തിനും അവൻ്റെ കഴിവിനനുസരിച്ച് സ്ഥാനമായി കൊടുക്കണം. പിന്നെ മുന്നോക്ക സമുദായങ്ങൾക്ക് അല്പം വ്യത്യാസം വരും, വന്നോട്ടെ, അത് കുഴപ്പമില്ല, അതൊക്കെ സ്വാഭാവികമാണ്. അല്ലാതെ 10% ഉള്ളവർക്ക് 30%, 30% 10%, ആ ഒരു രീതി ഇനി നടക്കൂല, വില പോവില്ല. അത് ഞങ്ങൾക്ക് UDF പറയാണ്, ലീഗായിട്ടും പറയാണ്. പിന്നെ കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞാൽ അറിയാമല്ലോ. കോൺഗ്രസ് സംബന്ധിച്ച് ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന രാഹുൽ ഗാന്ധി, ഞാൻ പൊന്ന് രാഹുൽജി ഇതിന് പറ്റിയതല്ല, അൺഫിറ്റ് തന്നെയാണ്. ഇന്നിപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു ഡൽഹി തൂത്തുവാരുമെന്ന്. കോൺഗ്രസ് സന്തോഷമുള്ളൂ, ഡൽഹി തൂത്തുവാരിയാണല്ലോ. ഞാൻ രാഹുലിനെ പ്രിയെങ്കിൽ കാല് പിടിച്ച് കെട്ടിപ്പിടിക്കും. ഡൽഹി തൂത്തുവാരികൾ നിങ്ങൾ നേതാക്കൾ തന്നെയാണ്, നിങ്ങൾക്ക് പിന്നെ യാതൊരു പോരായില്ല. നിങ്ങൾ ഫിറ്റാണ്, 100%, 101% ഫിറ്റാണ്. ഡൽഹിയിൽ ഭരണം നിങ്ങൾ പിടിച്ചെടുത്താൽ, ഇനി ഭരണം പിടിച്ചെടുക്കേണ്ട പ്രതിപക്ഷ നേതാവിലായാൽ മതി. ഞങ്ങൾ അത്ര പ്രതീക്ഷയുള്ളൂ. അല്ല, ഭരണം പിടിച്ചതും പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനെ ഭരണം പിടിച്ച് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ
കോൺഗ്രസ് സംബന്ധിച്ച് ഇനി മറ്റൊരു നേതാവിൻ്റെ ചിന്ത വേണ്ട. ഇനി ഒരു 50 വർഷത്തേക്ക് വേറെ ഒരു നേതാവ് ചിന്തയുടെ പ്രിയങ്കർ രാഹുൽ മാത്രം മതി. പക്ഷേ പ്രതിപക്ഷത്തെങ്കിലും ആകാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് മാറി നിന്ന് വേറെ ആണുങ്ങളെ ഏൽപ്പിക്കണം. അത് മൊയ്തീൻ ഷാഡി മൊയ്തീൻ ഗ്രൂപ്പിൻ്റെയും ഒരു ആജ്ഞയാണ്, അല്ലെങ്കിൽ ഒരു ഇതാണ് ചലഞ്ച്. എൻ്റെ ചലഞ്ചാണ്, പ്രതികാരമല്ല, ചലഞ്ചാണ്. പിന്നീട് ഒരു വാക്കാണ്. ഈ വാക്ക് നിങ്ങൾ പാലിക്കണം. എന്താണ് പാലിക്കേണ്ടത്? ഡൽഹി ഇലക്ഷനിൽ നിങ്ങൾ ഭരണം പിടിച്ചെടുത്താൽ പിന്നെ അടുത്ത 50 വർഷത്തേക്ക് സോണിയ കുടുംബം മതി, വേറെ ആരും വേണ്ട, അവർ സപ്പോർട്ട് ചെയ്താൽ മതി. ഇനി പ്രതിപക്ഷ സ്ഥാനം നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ വഴി മുടക്കി PC ജോർജ് പോലെ നിങ്ങൾ ഞങ്ങൾക്ക് വഴി മുടക്കി നിൽക്കല്ലേ, നിങ്ങൾ പടേ എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ പോലെ പടേ എന്ന് പറയും പോലെ നിങ്ങൾ മാറി നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.